Alhamdulillahi Rabbil Alameen. Assalatu wassalamu ala Rasulil Ameen wa ala alihi wa sahbihi ajma'in. Allahumma salli ala Muhammadin wa ala ali Muhammad kama sallaita ala Ibrahima wa ala ali Ibrahim innaka Hamidum Majid. Allahumma barik ala Muhammadin wa ala ali Muhammad kama barakta ala Ibrahim wa ala ali Ibrahim innaka Hamidum Majid. Amma ba'du fa inna khayral hadith kitabullah wa khayral hadi hadi Muhammadin sallallahu alayhi wa sallam wa syarrul umuri muhdatsatuha wa kullu muhdatsatin bid'ah wa kullu bid'atin dhalalah wa kullu dhalalatin finnar. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wala tamutunna illa wa antum muslimun. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പടച്ചറബിൻ്റെ അതിയായ അനുഗ്രഹത്താൽ എല്ലാ വെള്ളിയാഴ്ചകളിലും മഗ്‌രിബിന് ശേഷം നടക്കുന്ന ക്ലാസ് ഇന്ന് മുഹറം 10 ആശുറാ ആയതുകൊണ്ട് നമുക്ക് മഗ്‌രിബിന് മുമ്പ് നടത്താൻ സാധിച്ചിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ചകളിൽ വെള്ളിയാഴ്ച മഗ്‌രിബിന് ശേഷമായിരിക്കും നമ്മുടെ ക്ലാസ് സ്ഥിരമായിട്ടുണ്ടാവുക. എല്ലാവരും പരമാവധി ആ ക്ലാസ്സുകളിലൊക്കെ എത്തിച്ചേരാൻ കുടുംബസമേതം ശ്രദ്ധിക്കണം, പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ ജുമഅക്ക് പറഞ്ഞിരുന്ന വിഷയം ഹിജ്റയുമായി ബന്ധപ്പെട്ട അതിൻ്റെ സന്ദേശങ്ങളായിരുന്നു. കേവലം കുറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് ഹിജ്റയുമായി ബന്ധപ്പെട്ട് ഇന്ന് വെള്ളിയാഴ്ച ഖുത്ബക്ക് നമ്മൾ പറഞ്ഞത്. അതിലേറ്റവും വലിയ ഒരു സന്ദേശമാണ് അൽ ഈസാർ എന്നുള്ളത്. അൽ ഈസാർ എന്നുള്ളത് എന്താണ്? അൽ ഈസാർ അല്ലെങ്കിൽ ഈസാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മഅന, അതിൻ്റെ അർത്ഥം, തനിക്കൊരു കാര്യം ആവശ്യമുണ്ടായിരിക്കെ ആ ആവശ്യമുള്ള അതേ കാര്യവുമായി നമ്മൾ മറ്റുള്ളവരെ കണ്ടാൽ നമ്മളെക്കാൾ അയാളെ പരിഗണിക്കുന്ന സ്വഭാവത്തെയാണ് ഈസാർ എന്ന് പറയാം. നമുക്കൊരു കാര്യം ആവശ്യമുണ്ട്, അതേ കാര്യം മറ്റൊരാൾക്ക് ആവശ്യമുണ്ട്, പക്ഷേ നമ്മുടെ ആവശ്യത്തെ മാറ്റി നിർത്തി മറ്റൊരാളുടെ ആവശ്യത്തെ പരിഗണിക്കുക എന്നതാണ് എന്ത് പറഞ്ഞാൽ അൽ ഈസാർ എന്ന് പറയുന്നത്. ഹിജ്റയുടെ ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങളെ നമുക്ക് വായിക്കാൻ, മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബത്തിനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബത്ത് ഹിജ്റക്ക് ഒരുങ്ങിപ്പോകുമ്പോൾ സമ്പത്തും കുടുംബവും കച്ചവടവും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് മദീനയിലേക്കുള്ള യാത്രക്ക് വേണ്ടി അവർ പുറപ്പെടുന്നത്. എന്നാൽ മദീനയിൽ ചെല്ലുമ്പോൾ എല്ലാം ഉള്ളവരായി, ഞങ്ങളുടെ എല്ലാം ഇവിടെ ഉണ്ട് എന്ന് തോന്നുമാറ് എല്ലാ സൗകര്യങ്ങളെയും ചെയ്തു കൊടുത്തു അൻസ്വാരികളായ
സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ സ്വഭാവമാണ് തന്നേക്കാൾ മറ്റുള്ളവരെ പരിഗണിക്കുക എന്നത്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഖാലൽ ജർജാനി, അദ്ദേഹം പറഞ്ഞു, എന്താണ് ഈസാർ എന്ന് പറഞ്ഞാൽ അൻ യുഖദ്ദിമ ഗൈറഹു അലാ നഫ്സിഹി ഫി നഫ്ഇ ലഹു, തന്നേക്കാൾ തനിക്ക് ആഗ്രഹമുള്ള തൻ്റെ കാര്യത്തേക്കാൾ മറ്റൊരാൾക്ക് ഉപകാരം ലഭിക്കണം, മറ്റൊരാൾക്ക് പ്രയോജനം ലഭിക്കണം എന്ന രൂപത്തിൽ ആ കാര്യത്തിൽ ഇടപെടലാണ് അൽ ഈസാർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ നേരെ വിപരീതമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫൽ ഈസാറു ഹുവ അക്സുൽ അനാനിയ, എൻ്റെ, എനിക്ക്, ഞാൻ, ഈ ചിന്തകൾക്കൊക്കെ എതിരാണ് എന്ത് അൽ ഈസാർ എന്നുള്ളത്. ഇത് എൻ്റെയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ പറയാറുണ്ട്, ഇത് എൻ്റെയാണ്, ആർക്കും കൊടുക്കൂല, ഇതെനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്, അല്ല ഇത് എൻ്റെ മാത്രമാണ്. ഇത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമായിരിക്കാൻ വേണ്ടിയാണ്. നമ്മളും പറയുന്നുണ്ട് എന്നുള്ളത് അല്ലെ, യാതൊരു സംശയവുമില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു പ്രയോഗങ്ങളും ചിന്തകളും പറഞ്ഞില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ ഇത് എൻ്റെ ആയിട്ട് മുപ്പിനെന്തിനെടുത്ത്, അയാൾ എന്തിനാ ഇത് എടുത്തേ, ഇത് എൻ്റെ ആണല്ലോ, എന്ത് കാര്യം ഇരിക്കുന്നു. ചെറിയൊരു കാര്യം പറഞ്ഞാൽ അടുത്ത വീട്ടിലെ അയൽവാസിക്ക് യാത്ര ചെയ്യാൻ ഒരുപക്ഷെ ഒരു വാഹനം പോലും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് നമ്മളോട് ചോദിക്കാനുള്ള മടിയും വിഷമവും ഉണ്ടാകും. എന്നാൽ അയാളുടെ വിഷമത്തെയും മടിയെയും തിരിച്ചറിഞ്ഞ് ചില ആവശ്യഘട്ടങ്ങളിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ 2-3 വണ്ടി എടുക്കാതെ നമ്മൾ കണ്ട് കുറേ വലിയ ഡയലോഗ് പറയുന്നത് ഒക്കെ മക്കൾ വരുമ്പോൾ എടുക്കുള്ളൂ, അതുവരെ അങ്ങനെ കിടക്കുന്നു, നമ്മൾ തന്നെ പറയും, ഉപയോഗിക്കണില്ല. എന്നാലും അയൽവാസിക്ക് പെരുന്നാളിന് ഒന്ന് പള്ളിയിൽ പോകാൻ പോലും എന്തില്ല, ഒരു വാഹനമില്ല. അതിൻ്റെ പേരിൽ അവരുടെ കുടുംബക്കാർ പോലും എന്ത് ചെയ്യണില്ല, ഭാര്യയും മക്കളും ഒന്നും പള്ളിയിലേക്ക് പോലും പോരാൻ അവർക്ക് അവസരമില്ല. എന്നാൽ അയൽവാസിയുടെ വീട്ടിൽ ചെന്ന്, എൻ്റെ വീട്ടിൽ 2 വണ്ടി ഉണ്ടല്ലോ, ഒരെണ്ണം എന്തായാലും വെറുതെ എടുക്കണം, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് വന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എനിക്കൊരു മടിയുമില്ല എന്ന് പറയുന്നിടത്തേക്ക് നമ്മുടെ മനസ്സ് വലുതാകേണ്ടതുണ്ട്. നമ്മുടെ സ്വഭാവത്തിൽ ഈ ഒരു ക്വാളിറ്റി നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഈസാറിന് ധാരാളം ശ്രേഷ്ഠതകളും ധാരാളം ഗുണങ്ങളും ഇതിലൂടെ ലഭിക്കാനുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഖദ് അസ്നല്ലാഹു തആല അലാ അഹ്ലിൽ ഈസാർ, ഈ സ്വഭാവമുള്ള ആളുകളെ അല്ലാഹു പുകഴ്ത്തുന്നുണ്ട്. വജഅലഹും ഫീ അദാദിൽ മുഫ്ലിഹീനൽ അഖ്യാർ, അല്ലാഹു തെരഞ്ഞെടുത്ത വിജയികളായ ആളുകളുടെ കൂട്ടത്തിലാണ് അല്ലാഹു അവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹശ്റിന്റെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് അതിന് ആവശ്യമുള്ളവരായിരിക്കെ തന്നെ അവർ അവരെക്കാൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാണ്. വമയ്യൂഖ ശുഹ നഫ്സിഹി, ആരെങ്കിലും അവൻ്റെ നഫ്സിൻ്റെ പിശുക്കിൽ നിന്ന് അവൻ്റെ നഫ്സിനെ കാത്തു സൂക്ഷിക്കുന്നവൻ ആരാണോ, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടർ അവർ തന്നെയാണ് വിജയിച്ചിട്ടുള്ളവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ ആവശ്യത്തെ തൻ്റെ ആവശ്യമായി പരിഗണിച്ച് അത് നിർവഹിക്കുന്നിടത്ത് ശ്രദ്ധ കാണിക്കുകയും ആ ശ്രദ്ധ കാണിക്കുമ്പോൾ മനസ്സിൻ്റെ കുടുസതയും പിശുക്കും സ്വാഭാവികമായും അവരിൽ നിന്ന് ഇല്ലാതെയാവുകയും ചെയ്യുമെന്ന തിരിച്ചറിവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. എൻ്റെ എന്ന് പറയുമ്പോൾ അത് വലിയ പ്രയാസമാണ്, അത് വലിയ കുടുസതയാണ്. ഒരാൾക്കും ഒന്നും കൊടുക്കാനുള്ളൊരു മനസ്സും അയാളിൽ ഉണ്ടാവുകയില്ല. മറ്റത് അങ്ങനെയല്ല, മറ്റത് തന്നെക്കാൾ കൂടുതൽ അയാളുടെ കാര്യം നടക്കട്ടെ,
അയാൾക്ക് എന്നെ കൊണ്ടൊരു ഉപകാരമുണ്ടാകട്ടെ, എൻ്റെ ജീവിതം കൊണ്ട് കുറച്ചാളുകൾക്ക് പ്രയോജനം ലഭിക്കട്ടെ എന്ന വിശാലമായ ഒരു ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാൻ ഈ ഒരു സ്വഭാവം കൊണ്ട് സാധിക്കും. ഈ ഒരു സ്വഭാവം കൊണ്ട് വലിയ മനസ്സമാധാനം ലഭിക്കും. മറ്റുള്ളവർ തന്നാൽ പല കാര്യങ്ങളും അവർക്ക് നടത്തപ്പെടുമ്പോൾ സ്വയം ആ കാര്യത്തിൽ വലിയ സമാധാനം ലഭിക്കും, വലിയ ആശ്വാസം അതിലൂടെയൊക്കെ ആ മനുഷ്യന് ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, സ്വഹീഹായി പഠിപ്പിക്കപ്പെട്ട ഹദീസിൽ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വന്നു. ഫബഅസ ഇലാ നിസ്സാഇഹി, അല്ലാഹുവിന്റെ റസൂൽ തന്റെ ഭാര്യമാരുടെ അടുക്കലേക്ക് ആളെ അയച്ചു. എന്നാലോ ഫഖുൽന മാ മഅനാ ഇല്ലൽ മാ, അവരൊക്കെ പറഞ്ഞ കാര്യം എന്താ? ഞങ്ങളുടെ അടുക്കൽ വെള്ളമല്ലാതെ വേറെ ഒന്നുമില്ല. ആരുടെ വീട്ടിലാണ് ഈ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരു നാട്ടിലെ ഏറ്റവും സ്ഥാനമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിൽ നിന്ന് പ്രവാചകനായി തെരഞ്ഞെടുത്ത ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലാണ്. ഏത് സമയത്താണ്? മദീനയിലുള്ള സമയത്താണ്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് പറഞ്ഞാൽ അവിടുത്തെ വീട് ഭക്ഷണങ്ങളാൽ നിറയുമായിരുന്നു. അവിടുത്തെ വീട്ടിൽ സമ്പത്ത് കൊണ്ട് നിറയുമായിരുന്നു. എല്ലാ നിലക്കുമുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അവിടുത്തെ ഭാര്യമാര് പറഞ്ഞു, മാ മഅനാ ഇല്ലൽ മാ, ഞങ്ങളുടെ അടുക്കൽ വെള്ളമല്ലാതെ ഒന്നുമില്ല. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മയ്യദുമ്മു ഔ യുദീഫു ഹാദാ, ഈ മനുഷ്യനെ ആരാണ് ഇന്ന് അതിഥിയായി സ്വീകരിക്കുക? ഫഖാല റജുലുൻ മിനൽ അൻസ്വാരി, അൻസ്വാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു, അന, അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ സ്വീകരിക്കും. അല്ലേ, നമ്മളൊക്കെ ശീലിക്കേണ്ട, കുടുംബത്തെയൊക്കെ പഠിപ്പിക്കേണ്ട, എപ്പോഴും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ഒരാളും കൂടി വീട്ടിലേക്ക് എന്ന ചിന്ത. ഒരാൾക്കും കൂടി ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ സാധിച്ചാൽ അത് എത്ര ഹൈറാണ് എന്ന ബോധം നമ്മൾ വളർത്തിയെടുക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ അൻസാരികളിൽപ്പെട്ട മനുഷ്യൻ പ്രവാചകരെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഫൻതലഖ ബിഹി ഇലാ ഇംറഅതിഹി, തൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് ആ അതിഥിയെയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഫഖാല അക്രിമി ലൈഫ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, അക്രിമി, നീ ബഹുമാനിക്കണം, ആദരിക്കണം. ആരെ? ലൈഫ റസൂലില്ലാ, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയെ നീ ആദരിക്കണം. ഫഖാലത്ത്, ഈ പെണ്ണ് പറഞ്ഞ മറുപടി എന്താണ്? മാ ഇൻദനാ ഇല്ലാ ഖൂതു സിബിയാനി, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അതിഥിയെ ബഹുമാനിക്കണമെങ്കിൽ, ആദരിക്കണമെങ്കിൽ അദ്ദേഹത്തിനായി കൊടുക്കാൻ ഇവിടെ എന്തെങ്കിലും വേണ്ടേ? അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കാൻ എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ നമ്മുടെ മക്കൾക്കുള്ള ഭക്ഷണമല്ലാതെ വേറെ ഒന്നും നമ്മുടെ അടുക്കൽ ഇവിടെ ബാക്കിയായിട്ടില്ല. അന്ന് രാത്രി കഴിക്കാൻ സ്വന്തം മക്കൾക്ക് മാത്രമേ അവിടെ ഭക്ഷണമുള്ളൂ, ആർക്കുപോലുമില്ല. ആ ഭർത്താവിനും ഭാര്യയ്ക്കു പോലും കഴിക്കാൻ ഭക്ഷണമില്ല. ഇതാണ് ഭാര്യ തൻ്റെ ഭർത്താവിനോട് പറയുന്നത്. ചീത്ത പറഞ്ഞിട്ടില്ല, ബഹളം വച്ചിട്ടില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും വെറുപ്പുണ്ടാക്കുന്ന വാചകങ്ങൾ പറഞ്ഞിട്ടില്ല. ഫഖാല, ഈ മനുഷ്യൻ പറഞ്ഞു, ഹയ്യി തുആമക്കി, നീ നിന്റെ അടുക്കലുള്ള ഭക്ഷണത്തെ പാകം ചെയ്യുക. ഫഅസ്ബിഹി സിറാജക്കി, എന്നിട്ടോ നീ ആ ഭക്ഷണത്തെ പാകം ചെയ്ത് നീ നിന്റെ വനവ്വിമി സിബിയാനക്കി, നിന്റെ കുട്ടികളെ നീ ഉറക്കുക. ഇദാ അറാദു അശാഅൻ, അല്ലേ, അവർ ഭക്ഷണത്തിനായി വിഷമിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നീ അവരെ ഉറക്കിക്കിടത്തുക. എന്നിട്ടോ ഈ പെണ്ണ്
അങ്ങനെ തൻ്റെ മക്കളെ ഉറക്കി, തൻ്റെ വീട്ടിലെ വിളക്ക് അണച്ചു. വനവ്വമത് സിബിയാനഹ സുമ്മ ഖാമത് കഅന്നഹ തുസ്ലിഹു സിറാജഹ ഫഅത്ഫഅതുഹു. ഞങ്ങൾ ഭക്ഷണത്തിനായി വന്നിരിക്കുമ്പോൾ അവിടെയുള്ള വിളക്ക് നീ അണക്കണം എന്ന് പറയുകയും ഇതൊക്കെ ആ പെണ്ണ് കൃത്യമായി ശ്രദ്ധിച്ചു. പിറ്റേ ദിവസം ഇതുപോലെ അവർ ഭക്ഷണം ആ അതിഥിക്ക് ഉള്ളത് പൂർണ്ണ അർത്ഥത്തിൽ കൊടുക്കുകയും രണ്ടുപേരും ഫജഅലാ യുരിയാനിഹി അന്നഹുമാ യഅകുലാനി, അതിഥിയുടെ അടുക്കൽ തങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന രൂപത്തിൽ ആ മനുഷ്യൻ പാത്രവുമായി ഇരുന്ന് അതിഥി വയർ നിറച്ച് മനസ്സു നിറഞ്ഞ് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു. ഫലമ്മ അസ്ബഹ ഗദ, പ്രഭാതം പൊട്ടിവിടർന്നു. പിറ്റേ ദിവസം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ സഹാബി ചെല്ലുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം ലഹഖല്ലാഹു അല്ലൈല, ഇന്നലെ രാത്രി അള്ളാഹു ചിരിച്ചിട്ടുണ്ട്. എന്ത് കാരണമാണ്? ഔ അജിബ, അതല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ വാചകം സംശയമുണ്ട്. ലഹ്ക എന്നാണോ പറഞ്ഞത്, അജിബ എന്നാണോ പറഞ്ഞത് എന്ന് ശക്കുറാവി ഒരു ഹദീസിൽ ഒരു പദം കഴിഞ്ഞ് മറ്റൊരു പദം മുമ്പ് ഔ എന്ന പ്രയോഗം വരുമ്പോൾ അതിനെ പറയാ ശക്കുറാവി, റാവിയുടെ സംശയം എന്നാണ്. അഥവാ റാവിക്ക് സംശയമുണ്ട് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ വാചകം ലഹ്ക എന്ന പദമാണോ അല്ല അജിബ എന്ന പദമാണ്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചിന്ത എന്താണ്? ഒരു വാചകത്തിൽ പോലും സഹാബത്ത് കാണിച്ച ശ്രദ്ധ അത് എത്രയാണ്! സുബ്ഹാനല്ലാഹ്. അല്ലെ, ഇങ്ങനെയാണ് ഹദീസുകൾ ഓരോന്നും നമ്മുടെ അടുക്കിലേക്ക് എത്തുന്നത്. ഒരു വാചകം പോലും അത് പറഞ്ഞത് ശരിയാണോ, അങ്ങനെ തന്നെയാണോ എന്ന് സംശയം ഒരു വാചകത്തിലെ ഒരു വാക്കിൽ പോലും സഹാബത്ത് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് അവർ നമ്മെ ബോധ്യപ്പെടുത്തി തരികയാണ്. എന്തായിരുന്നാലും നിങ്ങൾ രണ്ടുപേരും ചെയ്ത പ്രവർത്തനം അള്ളാഹു അവിടെ നിന്ന് ചിരിക്കാൻ, അത്ഭുതം കൊണ്ട് ചിരിക്കാൻ, അതുപോലെ അത്ഭുതം കൂറാൻ ഒക്കെ കാരണമായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചു. എന്താണ്? വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നമ്മൾ നേരത്തെ അർത്ഥം പറഞ്ഞതാണ്. സ്വന്തം ശരീരത്തിന് ആവശ്യമുണ്ടായിരിക്കെ മറ്റുള്ളവരെ പരിഗണിക്കുക, സ്വന്തം നഫ്സിനെ പിശുക്കിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നവർ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയിച്ചവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച് തരികയാണ്. നമ്മൾ ആലോചിക്കണം, നമുക്ക് പറ്റുമോ ഇങ്ങനെ? നമുക്ക് സാധിക്കുമോ ഇങ്ങനെ? കഴിക്കാതെ പട്ടിണി കിടന്ന് മറ്റുള്ളവൻ്റെ പട്ടിണി മാറ്റാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ സഹോദരങ്ങളെ? മറ്റുള്ളവർ കഴിക്കട്ടെ, ഞാൻ കഴിക്കണില്ല എന്ന് ചിന്തിക്കാൻ പണ്ടത്തെ ഉമ്മമാർക്ക് സാധിച്ചിരുന്നു. ഇന്നത്തെ ഉമ്മമാർക്ക് സാധിക്കണുണ്ടോ എന്ന് ആലോചിക്കണം. പണ്ടത്തെ ഉമ്മമാർക്ക് കഴിഞ്ഞിരുന്നു. തൻ്റെ മക്കൾക്ക് അല്ലെ രണ്ടാമത് വന്ന് വീണ്ടും ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? തൻ്റെ കൂടി പകുത്ത് നൽകുന്ന, എന്നിട്ട് അടുക്കളയിൽ നിന്ന് ആരും കാണാതെ കഴിച്ചിരുന്ന ഉമ്മമാർ. ആ തടിയാണ് നമ്മുടെയൊക്കെ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം ആത്മാർത്ഥമായി. അവരൊക്കെ ആഗ്രഹിച്ചതും അത് തന്നെയാണ്. പല ത്യാഗങ്ങളും സഹിച്ച്. ഇന്നത്തെ സ്റ്റൗവില്ല, ഗ്യാസില്ല, അല്ലേ, അടുപ്പിൽ വിറക് വെച്ച് അതിങ്ങനെ ഊതി അതിൻ്റെ പുക കൊണ്ട് അതിങ്ങനെ കത്തി വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം. എന്നിട്ടും സമയത്തിന് ഭക്ഷണം റെഡിയാക്കി എല്ലാം നമുക്ക് വേണ്ടി സജ്ജീകരിച്ച്, മോട്ടറില്ല, വെള്ളം കോരണം, മിക്സിയില്ല, അരക്കണം, ഒക്കെ അല്ലെ, എല്ലാ ത്യാഗം സഹിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം അല്ലെ വലിയ ആളുകളെയൊക്കെ അവരുടെ ഉപ്പമാരൊക്കെ വളർത്തിയിട്ടുണ്ട്. കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് ഉപ്പ ജോലിക്ക് പോയിരുന്നത്. ഇതൊന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മൾ സ്വിച്ചിട്ടാൽ ഓണാകുന്ന മോട്ടറും സ്വിച്ചിട്ടാൽ കറങ്ങുന്ന അല്ലെ മിക്സിയും അല്ലെ വാഷിംഗ് മെഷീനും ഒക്കെ ഒന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പണി തീരുന്നില്ല, നമുക്ക് സമയമില്ല നമ്മുടെ പരാതി. ഞാൻ പറഞ്ഞത് ഈ ഒരു ഈസാർ എന്ന സ്വഭാവം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. നോക്കിയേ, ഈസാർ എന്ന ആ ഒരു ക്വാളിറ്റി അത് ഉന്നതമായ മർത്തബകളെ,
ഉന്നതമായ മർത്തബകളെ നമുക്ക് നേടിത്തരുന്ന കാര്യമാണ്. അത് സ്വതക്കകളുടെ കൂട്ടത്തിൽ പെട്ട സ്വതക്കയാണ്. അഥവാ ധാരാളം നേട്ടങ്ങൾ നമുക്ക് അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലൻ തനാലുൽ ബിർറ, ഒരിക്കലും ഒരു നന്മയാവുകയില്ല. ഏതുവരെ? ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ എന്താവുകയില്ല? പുണ്യമാവുകയില്ല. വമാ തുൻഫിഖു മിൻ ഷൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീമുൻ, നിങ്ങൾ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നന്നായി അറിയുന്നവനാണ്, അലീമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, നാം ഏറ്റവും കൊതിക്കുന്നത്, നാം ഏറ്റവും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ ഒരു യുവാവാകുമ്പോൾ അവന് ഏറ്റവും ആവശ്യവും ഇഷ്ടവും അവൻ്റെ ആരോഗ്യമായിരിക്കും. ഒരു യുവാവാകുമ്പോൾ അവന് ഏറ്റവും ഇഷ്ടവും ആഗ്രഹവും അവൻ്റെ ഒഴിവ് സമയമായിരിക്കും. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ, സമയം കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ അത് ഏറ്റവും വലിയ സ്വതക്കയായി, അത് ഏറ്റവും വലിയ കാര്യമായി അള്ളാഹു പരിഗണിക്കും എന്നുള്ളതാണ്. അള്ളാഹു നിങ്ങൾ ചെലവഴിക്കുന്നതിനെ കുറിച്ച് നന്നായി അറിയുന്നവനാണ്. അത് എന്തിന് ചെലവഴിച്ചു? നമ്മുടെ വീട്ടിലേക്ക് 2 പ്രാവശ്യം ഒരാൾ വന്നാൽ നമ്മൾ പറയുന്നത്, ഇനിയിപ്പോൾ അയാൾ വന്നിട്ടൊന്നും കൊടുക്കാതിരുന്ന് എങ്ങനെ ശരിയാവാ? ഹേയ്, നമ്മൾ കൊടുക്കും. ആ കൊടുക്കണേലെ അർത്ഥമില്ല. പിന്നെയോ, ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാനൊരു നിയ്യത്ത് ചെയ്തിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് അത് ഞാൻ കൊടുക്കും, അല്ലേ? അതാണ് അതിൽ ഇഖ്ലാസ്, അതിലെ യഥാർത്ഥ രൂപം അതാണ്. 2-3 ആൾക്കാർ ചില പിരിവിനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചില ആളുകളോട് ബന്ധമുള്ള ആളുകളെ കൊണ്ടുപോകും. അപ്പോൾ ആ ബന്ധത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യും? അവർ കുറച്ചും കൂടി പൈസ കൂടുതൽ തരും. പക്ഷെ ആ കുറച്ചുകൂടി കൊടുക്കണ പൈസക്ക് അവർക്ക് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. കാരണം എന്താണ്? ആര് വന്നാലും ആ വിഷയത്തിൻ്റെ ഗൗരവം അനുസരിച്ച് എന്ത് ചെയ്യും? ഞാനതിൽ പങ്കാളിയാകും. ഇതായിരിക്കണം നമ്മുടെ നിയ്യത്തും നമ്മുടെ ശ്രദ്ധയും. ഒരാളെ കണ്ടപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഇല്ല, ആ രൂപത്തിലല്ല. ഒരു കാര്യത്തിൻ്റെ അവസ്ഥയെ പരിഗണിച്ചാണ് പലപ്പോഴും നമ്മളൊക്കെ ആ വിഷയത്തിൽ ഇടപെടുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടത്. നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഒരു ഉമ്മ കടന്നു വരുന്നുണ്ട്. ആ ഉമ്മ കടന്നു വരുമ്പോൾ ആ ഉമ്മയുടെ കൂടെ 2 പെൺകുട്ടികളുണ്ട്. 2 പെൺകുട്ടികളും ഒരു ഉമ്മയുമാണ് കടന്നു വരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞാൻ വീട് മുഴുവൻ പരിധി, എനിക്ക് 3 ഈത്തപ്പഴങ്ങളെയല്ലാതെ എൻ്റെ വീട്ടിൽ ലഭിച്ചില്ല. ആയിഷ റളിയല്ലാഹു പറയാ, ഞാൻ വീട് മുഴുവൻ പരിധി, എൻ്റെ വീട്ടിൽ ആകെ 3 ഈത്തപ്പഴങ്ങൾ എനിക്ക് ലഭിച്ചുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? ഈ ഈത്തപ്പഴങ്ങളുമായി അവരുടെ അടുക്കിലേക്ക് ചെന്നു. ആ ഉമ്മാന്റെ കയ്യിൽ 3 ഈത്തപ്പഴങ്ങളും കൊടുത്തു. ആ ഉമ്മ അതിലെ 2 ഈത്തപ്പഴങ്ങൾ ഒന്ന് വലതുഭാഗത്തുള്ള തൻ്റെ മകൾക്കും രണ്ടാമത്തേത് ഇടതുഭാഗത്തുള്ള തൻ്റെ മകൾക്കും കൊടുത്തു. അവർ വേഗം ഈത്തപ്പഴങ്ങൾ കഴിച്ചു. 3ാമത്തെ ഈത്തപ്പഴം തൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. 2 കുട്ടികളും അതിവേഗം തങ്ങൾക്ക് കിട്ടിയ ഈത്തപ്പഴങ്ങളെ കഴിച്ച് അവർക്കുള്ള അതേ വിശപ്പുള്ള ഉമ്മയുടെ നേരെ അവർ 2 പേരും കൈനീട്ടി. ഈ ഉമ്മ ആ ഈത്തപ്പഴങ്ങളെ 2ആയി ഭാഗിച്ച് വലതുഭാഗത്തുള്ള കുട്ടിക്കും ഇടതുഭാഗത്തുള്ള കുട്ടിക്കും കൊടുത്തു. എന്നിട്ട് വിശന്ന വയറുമായി ഒന്നും കഴിക്കാതെ തനിക്ക് ലഭിച്ചത് പങ്കുവച്ച് നടന്നുപോയി. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ആ സ്ത്രീ എടുത്ത ആ പണിക്ക് വലക്കിൽ ജന്ന, അവൾക്ക് സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗമുണ്ട് എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്. എന്താ ചെയ്തേ? തനിക്കും വിശപ്പുണ്ട്, കുട്ടികൾക്കും വിശപ്പുണ്ട്. തൻ്റെ വിശപ്പിനെ ഓവർകം ചെയ്തുകൊണ്ട് തൻ്റെ കുട്ടികളുടെ വിശപ്പ് അടങ്ങിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ തൻ്റെ കുട്ടികളുടെ കാര്യത്തെ പരിഗണിക്കുന്നിടത്ത് തൻ്റെ വിശപ്പിനേക്കാൾ ശ്രദ്ധ കാണിച്ചപ്പോൾ
അതിനെയാണ് നമ്മൾ ഈസാർ എന്ന് പറഞ്ഞത്. തനിക്ക് വിശപ്പുണ്ടായിരിക്കെ, തനിക്ക് ആവശ്യമുണ്ടായിരിക്കെ മറ്റുള്ളവരെ പരിഗണിക്കുന്ന സ്വഭാവത്തെയാണ് ഈസാർ എന്ന് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കിയേ, മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, ജാഅ റജുലുൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, അയ്യു സ്വദഖ അഅ്ളമു അജ്റ, അല്ലാഹുവിൻ്റെ റസൂലെ, ഏതൊരു സ്വദഖയാണ് അഅ്ളമു അജ്റ, ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന മഹത്തരമായ സ്വദഖ ഏതാണ് പ്രവാചകരെ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കൽ ചോദിക്കുകയാണ്. നമ്മളൊക്കെ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ വല്ലാതെ ചെലവഴിക്കാൻ പറ്റണില്ല, കുറച്ച് പ്രതിസന്ധിയിലാണ്, അതൊക്കെ ഒന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ചും കൂടിയൊക്കെ ഒന്ന് റെഡിയാകും. അങ്ങനെയാണ് പൊതുവെ എന്ത് ചെയ്യുക, നമ്മളൊക്കെ പൊതുവെ പറയാറ്, എല്ലാവരും ഇല്ല കേട്ടോ, പൊതുവെ നമ്മളൊക്കെ പറയുന്ന കാര്യം എന്താണ്, ഇപ്പോൾ കുറച്ച് ടൈറ്റിലാണ് പോയിക്കൊണ്ടിരിക്കണേ, കുറച്ചും കൂടിയൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്ന് ശരിയാകും, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്ന അവസ്ഥ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത സദ്ദഖ വ അൻത ശഹീഉൻ, നീ നല്ല ആരോഗ്യവാനായിരിക്കെ, നീ നല്ല അവസ്ഥയിലിരിക്കെ, നീ കൊടുക്കുന്നതിനേക്കാളും ഷഹീഹുൻ തഖ്ശൽ ഫഖറ, നീ അൻത സദ്ദഖ, നീ ചെലവഴിക്കണം. ഏത് സമയത്താണ്? നീ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്ന സമയത്ത് നീ ചെലവഴിക്കണം. എങ്കിലോ ആ ദാരിദ്ര്യത്തെ പേടിക്കുന്ന സമയത്ത് ചെലവഴിക്കുന്നതാണ് ഏറ്റവും വലിയ സ്വദഖ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. വല തുംഹിലു ഹത്താ, നീ അതിനെ നിസ്സാരമാക്കരുത്, നീ അതിനെ ഗൗനിക്കാതിരിക്കരുത്. ഏതുവരെ? ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, നിന്റെ തൊണ്ടക്കുഴിയിൽ റൂഹ് എത്തിച്ചേരുന്നത് വരെ, നാളെയാകട്ടെ, കുറച്ചുകൂടി കഴിയട്ടെ. എപ്പോഴാണ് നമ്മുടെ പ്രയാസങ്ങൾ തീരാ? കടലിലെ തിരകളൊക്കെ മാറിയിട്ട് മുക്കുവൻ വഞ്ചിയിറക്കാം, അവൻ്റെ കപ്പലിറക്കാം എന്ന് തീരുമാനിച്ചാൽ എന്നാണ് കടലിലെ തിരമാലകൾ അസ്തമിക്കുക? ഒരിക്കലും ഉണ്ടാകൂല. എല്ലാം കഴിഞ്ഞിട്ട് ശരിയാക്കാം എന്നതാണ് നമ്മുടെ ചിന്തയെങ്കിലോ അവിടെ നമുക്കൊന്നും ചെയ്യാനുള്ള സമയം ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഖുൽത ലിഫുലാനിൻ കദാ ലിഫുലാനിൻ കദാ, അല്ലേ, ഇങ്ങനെ ഒക്കെ ആളുകൾ അങ്ങനെ ചിന്തിച്ചിരുന്നവരാണ്. പക്ഷേ അവരൊക്കെ മരണപ്പെട്ടു പോയി, അവർക്ക് ചെയ്യാൻ സാധിച്ചില്ല. നമ്മുടെ അവസ്ഥക്കനുസരിച്ച് അതിലേറ്റവും, ഒരാൾ പള്ളി പണിയാൻ ഒരു പിരിവ് വന്നു എന്ന് വിചാരിക്കുക, അയാൾ പറയാ ഞാൻ 1 കോടി രൂപ തരാം, ഒരാൾ പറഞ്ഞു. എന്നാൽ അവിടെ തന്നെ ഒരു സാധുവായ മനുഷ്യൻ, വളരെ പ്രയാസപ്പെടുന്ന മനുഷ്യൻ, അയാൾ 10 രൂപ കൊടുത്തിട്ടുള്ളൂ. ഒരുപക്ഷെ അള്ളാന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക, പരിഗണിക്കപ്പെടുക ഈ 1 കോടിയേക്കാൾ 10 രൂപയായിരിക്കും എന്നതാണ്. കൊടുക്കുന്ന രൂപവും അവസ്ഥയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ സാഹചര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ റമദാനിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു പള്ളിയുമായൊരു പിരിവിന് പോയ സമയത്ത് ആ ക്ലാസ് കഴിഞ്ഞ് പിരിവ് പറഞ്ഞു. ഒരു സഹോദരൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മക്കള് ജോലിക്ക് പോയിട്ടുണ്ട്, പക്ഷേ ജോലിയൊന്നും ആയിട്ടില്ല, വിസിറ്റിംഗ് വിസയിൽ ഇപ്പോഴും നിൽക്കുകയാണ്, നാട്ടിലാണെങ്കിൽ എനിക്കും വലിയ പ്രയാസമാണ്, എന്നാലും എനിക്ക് കഴിയണത് ഇതാണെന്നും പറഞ്ഞ് അദ്ദേഹം അൽഹംദുലില്ലാ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പൈസ കൊണ്ടു തന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കൊടുക്കുന്നതിൻ്റെ വലിപ്പമല്ല, കൊടുക്കാനുള്ള മനസ്സാണ് വലുത്. അതാണ് അള്ളാഹു നോക്കുന്നത്. അള്ളാഹ്ക്ക് പണം കിട്ടിയിട്ടെന്തിനാ, പൈസ കിട്ടിയിട്ടെന്തിനാ, കൊടുക്കാന്നുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് കിട്ടാന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കിട്ടാന്നുള്ളത്, മറ്റുള്ളവരെ പരിഗണിക്കുക എന്നുള്ളത്, ഒരാളെ പിണക്കി വിടാതിരിക്കുക എന്നുള്ളത്, ഒരാളുടെ ആവശ്യത്തെ തൻ്റെ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളത്, മനസ്സിലായില്ലേ? അത് വലിയ കാര്യമാണ്. അതാണ് ഈ ഇസാറ് കൊണ്ട് നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുൽ ളുൽമ, നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കണം. ഫഇന്നൽ ളുൽമ ളുലുമാതു യൗമൽ ഖിയാമ, തീർച്ചയായും ളുൽമ എന്നുള്ളത്
അത് പരലോകത്തെ ദുലുമാത്തുകളിൽ പെട്ടതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്തഖു ശുഹ, നിങ്ങൾ പിശുക്കിനെയും സൂക്ഷിക്കണം. ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചു കളഞ്ഞത് ഈയൊരു പിശുക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഹമലഹും അലാ അൻ സഫഖൂ ദിമാഅഹും, അങ്ങനെ പിശുക്കി തങ്ങളുടേത് എന്ന് വിചാരിച്ച് ആ പണത്തിനു വേണ്ടി അവർ പരസ്പരം രക്തം ചീന്തുന്ന അവസ്ഥയിലേക്ക് മാറി. പിശുക്കുമ്പോൾ എന്താ അവസ്ഥ? ഒരു ചെറിയ പണത്തിൻ്റെ നഷ്ടം പോലും സഹിക്കാൻ പറ്റൂല അയാളെ കൊണ്ട്. മനസ്സിലായില്ലേ? അയാളെ കൊണ്ട് എന്ത് ചെയ്യില്ല, അതിന് ത്വാക്കത്തുള്ളൊരു മനസ്സുണ്ടാവില്ല. മറ്റെന്താണ്, അതൊക്കെ അള്ളാഹ് തന്നല്ലേ, അള്ളാഹിൻ്റെ മാർഗത്തിൽ അതിലൊന്നൊരു വിഷമം ഉണ്ടാവില്ല, ഒരു പ്രയാസം ഉണ്ടാവില്ല. കൊടുത്താൽ ഏറ്റിത്തരുമെന്ന് പറഞ്ഞവൻ റബ്ബാണ്, അതുകൊണ്ടൊരു വിഷയവുമില്ല എന്ന ചിന്ത അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അഫ്ദലു സ്വദഖ ജഹ്ദുൽ മുഖില്ല്, കുറവുള്ള സമയത്ത് ആ കുറവിൽ നിന്ന് പോലും കൊടുക്കാൻ ശ്രമിക്കുന്ന പരിശ്രമമാണ് അഫ്ദലു സ്വദഖ, സ്വദഖകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, അൽ-ഈസാറു സബബുൻ ലിഹുലൂലിൽ ഖൈറാത്തി വൽ ബറകാത്ത് ഫി കുല്ലി മജാലാത്തിൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും ബർക്കത്തും ഖൈറും ഒക്കെ കൊണ്ടുവന്ന് തരുന്ന കാര്യമാണ് എന്ത്? ഈ സ്വഭാവം. ഏത് സ്വഭാവം? അൽ-ഈസാർ. ആ വാക്ക് മറന്നു പോകാൻ പാടില്ല. ഞാനിപ്പോൾ വൈഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നെന്താ ക്ലാസ്സിൻ്റെ വിഷയം? ഞാൻ പറഞ്ഞു അൽ-ഈസാറാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അസറാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അസറല്ല, ഇൻഷാ അല്ലാഹ് എന്തായാലും പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതാണ്. എന്തായാലും ഈസാർ എന്ന് പറഞ്ഞ പ്രയോഗം നമ്മൾ മറക്കാൻ പാടില്ല. ഈസാർ എന്താണ് അതിൻ്റെ അർത്ഥം? സ്വന്തം ആവശ്യം ഉണ്ടായിരിക്കെ മറ്റുള്ളവൻ്റെ ആവശ്യത്തിൽ ശ്രദ്ധിക്കുക. ആവശ്യത്തിൽ ശ്രദ്ധിക്കലില്ല, പക്ഷെ ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യും, നമ്മുടെ ആവശ്യത്തെക്കാൾ നമ്മൾ മറ്റുള്ളവരുടെ വിഷയത്തിൽ ശ്രദ്ധിക്കും. ഏത് കാര്യമാണ്? അവനെന്തെങ്കിലും ന്യൂനത ഉണ്ടായി കഴിഞ്ഞാൽ അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നിടത്ത് എന്ത് ചെയ്യും? അത് നമ്മൾ നല്ല ഉഷാറാണ്. നമ്മൾ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല കേട്ടോ, ഇതൊന്നും നിങ്ങളെക്കുറിച്ചല്ല. നമ്മൾ എന്ന് പറയുമ്പോൾ ഞാനടക്കണി പറയണത്, അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. വിഷമമല്ല ഉണ്ടാവുക അല്ലേ, ഒരു തിരിച്ചറിവാണ്. എന്താണ്? ഒരാളുടെ എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടായാൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കാണിക്കുന്ന ഒരു ഈസാറ്, അത് ഭയങ്കര ഈസാറാണ്. കാരണം എന്താ? തൻ്റെ ന്യൂനത പോലും മറച്ചു വെച്ചിട്ട് അതൊന്നും പരിഗണിക്കാതെ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ ന്യൂനതയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർ അല്ലേ? പേടിക്കണം. അപ്പൊ അവിടെയല്ല നമ്മൾ ഈ ഒരു സ്വഭാവത്തെ ഉണ്ടാക്കേണ്ടത്. മറിച്ച് നമ്മുടെ നന്മകളുടെ വിഷയത്തിൽ എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം, അവിടുന്ന് പറയും തുആമുൽ ഇസ്നൈനി കാഫി അസ്സലാസ, അല്ലെ, 2 പേർക്കുള്ള ഭക്ഷണം മതിയാകുന്നതാണ്. ആർക്ക്? 3 ആളുകൾക്ക്. 2 പേർക്കുള്ള 2 ഭക്ഷണം ഉണ്ട്. നമ്മൾ പറയുന്നത് എനിക്ക് തന്നെ തികയൂല അല്ലെ, നമ്മൾ അങ്ങനെ പറയാം. അത് മതിയാകുമെന്ന് പറയാൻ കാരണം എന്താണ്? അയാളുടെ മനസ്സിൽ അത് മതിയാകുമെന്ന് ചിന്തിച്ചാൽ എന്ത് ചെയ്യും? ഒരു 3ാമത്തെ ആളിങ്ങനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും, അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ എന്താണ്? അയാളെ പരിഗണിക്കാൻ പറ്റും, യാതൊരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും വതആമു സലാസ കാഫി അൽ അർബഅ, 3 പേരുടെ ഭക്ഷണം 4 പേർക്ക് മതിയാകുന്നതാണ്. വലിദാലിക ലമ്മാ ശക്ക സ്വഹാബത്തു മിൻ അദമി കഫായത്തി തുആം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഭക്ഷണം ഇല്ലാത്ത സമയത്ത് പോലും സ്വഹാബത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ മറ്റുള്ളവരെ പരിഗണിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ്, മറ്റുള്ളവരെ പരിഗണിച്ചിട്ടുണ്ട്. അന്ന അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലു യാ റസൂലല്ലാഹ്, സ്വഹാബത്ത് പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ വയറ് നിറയണില്ല. എന്താണ്? ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യണില്ല? വയറ് നിറയണില്ല. എന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഇല്ലാതെയായിപ്പോയ ഒരവസ്ഥയാണ്. എന്താണ്? ഭക്ഷണമൊക്കെ കഴിക്കേണ്ട, പക്ഷെ തികയണില്ല. പണ്ട് കുറച്ചുണ്ടായിരുന്നുള്ളൂ, പക്ഷെ എല്ലാവർക്കും തികഞ്ഞിരുന്നു. എന്നിട്ട് കലത്തിൽ ബാക്കി ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് കഞ്ഞിരുള്ളൊക്കെ ഒഴിച്ചിട്ടാണ് എന്ത് ചെയ്യണത്, പിന്നെയും ആൾക്കാർ അവിടെ ഭക്ഷണം കഴിച്ചിരുന്നത്. ഞാൻ പണ്ട് അറബിക് കോളേജിൽ പഠിച്ച ഒരു വ്യക്തിയെ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് കണ്ടു. അപ്പോൾ അയാൾ ഞങ്ങളുടെ കോളേജിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് ആ കോളേജിൽ എന്തുണ്ട്, ബെഡും
കിടക്കയൊക്കെ ഉണ്ട്, ഡബിൾ കട്ടിലൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ ഫ്ലെക്സ് വിരിച്ചിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തോട് പറയാം. അപ്പം അദ്ദേഹം പറയാണ് ഞങ്ങൾക്ക് കിടക്കാൻ പോലും സ്ഥലം ഉണ്ടായില്ല. മനസ്സിലായില്ലേ? അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ വലിയ എന്തോ ആയിട്ടുണ്ടെന്ന്. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് കിടക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നു, ഞങ്ങൾ കിടക്കണതും പഠിക്കണതും ഇരിക്കണമൊക്കെ ഒരു സ്ഥലത്ത് തന്നെ ആയിരുന്നു എന്ന്. കിടത്തം കഴിഞ്ഞ് പായൊക്കെ എടുത്ത് എന്ത് ചെയ്യും, ഒന്നുമില്ലാത്ത സ്ഥലത്തൂടെയും മടക്കി വെക്കും. എന്നിട്ട് ആ സ്ഥലത്ത് ഞങ്ങൾ ഇരുന്ന് എന്ത് ചെയ്യുന്നത്, പഠിക്കണത്. പഠിത്തം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ സാധനം കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ വിരിച്ച് ഞങ്ങൾ കിടക്കുമായിരുന്നു. വിരിക്കാന്നൊക്കെ പറഞ്ഞാൽ എന്താ വിരിക്കണമെന്ന് നമ്മൾ ചോദിച്ചില്ല. പിന്നെ ഇടങ്ങേറാക്കണ്ട, നമുക്കൊരു ഇടങ്ങേറാണത് കേൾക്കുമ്പോൾ. ഇന്നെന്ത് സൗകര്യങ്ങളാണ് അല്ലെ, സൗകര്യങ്ങൾ കൂടിയിട്ടാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പരാതി പറഞ്ഞു സഹാബത്തി, എന്ത്, ഇന്നാ നഅകുലു വലാ നശ്ബഉ, ഞങ്ങൾ കഴിക്കുന്നുണ്ട് പക്ഷേ വയറ് നിറയണില്ല. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പറഞ്ഞു, ഫലഅല്ലക്കും തഫ്തരിഖൂൻ, അല്ലേ, നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾ ഒറ്റ തിരിഞ്ഞായിരിക്കും കഴിക്കുക. ബാപ്പാക്കൊരു സമയം, ഉമ്മാക്കൊരു സമയം, മക്കൾക്ക് വേറൊരു സമയം, അല്ലേ, എല്ലാവരും കൂടി ഇരിക്കണത് അതൊരു അത്ഭുതമായിരിക്കും ഇന്നത്തെ കാലത്ത്. മറ്റത് അങ്ങനെയല്ല, മറ്റത് കുറച്ചുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഉപ്പാൻ്റെ ഒപ്പം ഇരുന്നാൽ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, മീൻ്റെ കഷ്ണമൊക്കെ കിട്ടും, വേണമെങ്കിൽ ഇരുന്നോ, അല്ലേ, അതൊക്കെ ഓർമ്മയുള്ള ആൾക്കാരൊക്കെ കൂടി ഉണ്ടാകും. ഉമ്മ ഇങ്ങനെ മിണ്ടാതെ എന്ത് ചെയ്യും, മിണ്ടാതെ അടുക്കളയിൽ ഉമ്മ ഇങ്ങനെ മാറിക്കും, അല്ലേ, ഉമ്മ കഴിക്കണ്ടാവില്ല, അല്ലേ. പണ്ടത്തെ കാരണവന്മാർ ഈ ഭക്ഷണത്തിന് പാത്രം കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് ഭാഗത്തിന് മാറ്റി വെക്കും. എന്നിട്ട് ഒരു ഭാഗത്ത് മുള്ളുണ്ടാകും, പക്ഷെ കാണുന്നവർ മുള്ളാന്ന് വിചാരിക്കും, എന്നാൽ അപ്പുറത്ത് കുറച്ച് ഇറച്ചിയൊക്കെ ഉണ്ടാവും. അത് ആർക്കാ വെക്കണേ, അത് ഭാര്യക്ക് ഇണക്ക് വേണ്ടി മാറ്റി വെക്കുന്നതാണ്. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു മക്കളെ. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഒരു പക്ഷേ അത് അറിയില്ല. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു, അല്ലെ. ആ കാലഘട്ടം എന്ന് പറയുന്നത് പക്ഷെ എല്ലാവരും ഒരുമിച്ച് കഴിച്ചൊരു കാലഘട്ടമായിരുന്നു. ഇന്ന് ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്. ഈ തമാശക്ക് കാരണവന്മാർ പറയും, പണ്ടൊക്കെ എന്ത് ചെയ്യും, ഒരേ പ്ലേറ്റിൽ കഴിക്കും, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അത് ഉപേക്ഷിക്കും. അങ്ങനെ പറയണുള്ളൂ ഞാൻ. ഇന്ന് വ്യത്യസ്തമായ പ്ലേറ്റിൽ കഴിക്കും, ഒരേ സ്ഥലത്ത് ഉപേക്ഷിക്കും, അല്ലേ. ആ കഴിച്ചത് ഉപേക്ഷിക്കുന്നത് പണ്ട് പറമ്പിലായിരുന്നു, അല്ലെ, പല സ്ഥലത്തായിരുന്നു, ഓടാണ് പറമ്പിലേക്ക്. ഇന്ന് അങ്ങനെയല്ല, അല്ലേ. അന്ന് ഒരേ പ്ലേറ്റിലാണ് കഴിച്ചിരുന്നേ, ഒരേ സ്ഥലത്ത് ഒരുമിച്ചിരുന്ന കഴിച്ചിരുന്നേ. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങൾ. എവിടെ കഴിക്കണമെന്ന് അറിയില്ല. മക്കൾ അവൻ കഴിച്ചിട്ടുണ്ടാവും, അവന് വിഷമം കഴിച്ചോളൂ, ഇങ്ങനെയൊക്കെ പറയാം. ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് പലപ്പോഴും കുറവാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫജ്തമിഉ അലാ തുആമിക്കും, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. വദ്കുർ ഇസ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമം നിങ്ങൾ ഉച്ചരിക്കുക. യുബാരിക് ലക്കും ഫീഹി, അല്ലാഹു നിങ്ങൾക്കതിൽ ബർക്കത്ത് നൽകും. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോഴാണ് ഈ ഈസാറൊക്കെ വളർന്നു കിട്ടുള്ളൂ. ഒരു ഷെയറിങ് സിസ്റ്റം ഒക്കെ ഉണ്ടാവുള്ളൂ. മക്കളെ തമ്മിൽ അത് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു കഷ്ണം ഇങ്ങനെ കഴിക്കാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും, മറ്റോ വേഗം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം, നീ ഇതും കൂടി കുറച്ച് കഴിച്ചു, അല്ലേ. അങ്ങനെ എടുത്ത് കൊടുക്കണൊക്കെ എപ്പോഴും ഉണ്ടാവുക, അത് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകാം. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പരമാവധി അതിങ്ങനെ കഴിച്ച് ശീലിച്ച് പിന്നെ ആർക്കും കൊടുക്കാൻ ഒരു ശീലം ഉണ്ടാവില്ല. തൻ്റെ പ്ലേറ്റിൽ വന്നത് തനിക്ക് എന്ന ചിന്തയായിരിക്കും. നോക്കിയാൽ ഓരോന്ന് പിറക്കിയെടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഓരോന്ന് പിറക്കിയെടുക്കണത്. ഇപ്പോൾ നമ്മൾ ഈന്തപ്പഴം, മുന്തിരി, അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ, അത് കഴിക്കുമ്പോൾ ഒരു മര്യാദ ഉണ്ട്. എന്താ മര്യാദ? നമ്മുടെ മര്യാദ എന്താ? ഇങ്ങനെ എടുക്കും, എന്നിട്ട് പിന്നെ നമ്മൾ അതിൽ നിന്ന് എടുക്കില്ല, പിന്നെ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ കഴിക്കില്ല, അല്ലേ. പിന്നെ എന്ത് ചെയ്യും, പിന്നെ അടുത്തൊരു എടുക്കാം, അത് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ആർക്കും എടുക്കാനില്ല. അതിന് അങ്ങനെ കഴിക്കാൻ പാടില്ലെന്നാണ്. എന്താ ചെയ്യണ്ടേ? അതിൽ നിന്ന് ഓരോന്നെടുത്ത് കഴിക്കുക. അപ്പോൾ അതിൽ എടുക്കണ എണ്ണം കുറയും, അതിലെടുക്കുക. മറ്റേത് അങ്ങനെയല്ല, നമ്മൾ എടുത്തിട്ടുണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ടോയെന്ന് നോക്കുമ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും എന്ത്, നമ്മുടെ കയ്യിലൊരു സ്റ്റോക്ക് ഉണ്ടാവും ഇവിടെ. എന്നിട്ട് നമ്മൾ പറയും അത് നേരത്തെ എടുക്കണമായിരുന്നു, അല്ലെ. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, ഉണ്ടാതെ അതിരുന്ന് ഇങ്ങനെ കഴിക്കും, അല്ലെ. ആ ശീലം ശരിയല്ല എന്നാണ്. എങ്ങനെ? ഇപ്പോൾ മുന്തിരി ആണെങ്കിലും ഈത്തപ്പഴങ്ങളാണെങ്കിലും ഒക്കെ എണ്ണം പറഞ്ഞെടുക്കാൻ പറ്റിയ സാധനങ്ങളാണെങ്കിൽ എന്ത് ചെയ്യണം, അത് എണ്ണി തന്നെ ഓരോന്നിങ്ങനെ അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മളൊക്കെ മക്കളെ പഠിപ്പിക്കണം. ഷെയറിങ് സിസ്റ്റങ്ങൾ പഠിപ്പിക്കണം. ഇന്നൊരു കുട്ടി ആർക്കെങ്കിലും കൊടുത്താൽ എല്ലാവർക്കും അത്ഭുതമാണ്, അവൻ എന്ത് ചെയ്യും, മറ്റൊരു കൊടുത്തേക്കണെന്ന്, അല്ലേ. അങ്ങനെ ഒരു അത്ഭുതമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കണേ. എന്താ കാരണം? അങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങൾ, ഇസ്ലാം വിഭാവനം ചെയ്ത പഠിപ്പിച്ച സ്വഭാവങ്ങൾ ഇല്ലാതെയായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കിയേ, അൽ ഈസാർ സൂറത്തു മിൻ സുവരി അത്തക്കാഫുലിൽ ഇജ്തിമാഇയ്യ, അല്ലെ. ഈസാർ എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തെ പരിഗണിക്കുന്ന നല്ല സ്വഭാവങ്ങളിൽ പെട്ടതാണ്. അൻ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു
ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നൽ അശ്അരിയീന ഇദാ അർമലു ഫിൽ ഉസ്വി ഔ ഖല്ല തുആമു ഇയാലിഹിം ബിൽ മദീന ജമഉ മാ കാന ഇൻദഹും ഫീ സൗബിൻ വാഹിദിൻ സുമ്മ ഇക്തസമൂഹു ബൈനഹും ഫീ ഇനാഇൻ വാഹിദിൻ ബിസ്സവിയ്യ ഫഹും മിന്നി വഅന മിൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇന്നൽ അശ്അരിയീന, അശ്അരിയങ്ങൾ എന്ന് പറയുന്ന വിഭാഗം അഥവാ അബൂ മുസ്ലിം അശ്അരി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഗോത്രം, ഇദാ അർമലു ഫിൽ ഉസ്വി ഔ ഖല്ല തുആമു ഇയാലിഹിം ബിൽ മദീന, മദീനയിലെ അവരുടെ കുടുംബങ്ങൾക്ക് കുറച്ച് ഭക്ഷണം കുറവുള്ള സമയങ്ങളിൽ അവരെന്ത് ചെയ്യും, ജമഉ മാ കാന ഇൻദഹും, അവരുടെ അടുക്കലുള്ള ഭക്ഷണമൊക്കെ എന്ത് ചെയ്യും, അവരിങ്ങനെ ഫീ സൗബിൻ വാഹിദ്, ഒരൊറ്റ വസ്ത്രത്തിൽ കൊണ്ടുവന്ന് സുമ്മക്തസമൂഹു ബൈനഹും, എന്നിട്ട് അതൊക്കെ അവർ ഫി ഇനാഇൻ വാഹിദിൻ, ഒരൊറ്റ പാത്രത്തിലേക്ക് എന്ത് ചെയ്യും, അതൊക്കെ ശേഖരിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അവരതിൽ നിന്ന് കഴിക്കും. അങ്ങനെ കഴിക്കുമ്പോഴോ അതെല്ലാവർക്കും തികയുന്ന രൂപത്തിലേക്ക് അത് മാറും. ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്കില്ലല്ലേ, നിങ്ങൾ കഴിക്കണ്ട, അങ്ങനെയല്ലേ പറയാ. പിന്നെ എല്ലാവരും കഴിക്കണം എന്ന ചിന്ത അവർക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാൾ ആരോഗ്യമില്ല, മുഅ്മിനാവുകയില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തനിക്ക് ഇഷ്ടമുള്ളത് തൻ്റെ സഹോദരനിലും കാണുന്നതുവരെ ഒരാളും ആരാവുകയില്ല, മുഅ്മിനാവുകയില്ല. നമ്മളെന്താ ചിന്തിക്കാറ്? നമുക്കൊരു കാര്യം ഉണ്ടായാൽ അത് വേറെ ആർക്കും ഉണ്ടാകാൻ പാടില്ല എന്ന ചിന്തയാണ്. നമ്മൾ നടത്തുന്നൊരു കച്ചവടം, അതേ കച്ചവടം തന്നെ മറ്റൊരുത്തൻ നമ്മുടെ കടയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടാലോ നമുക്ക് പിന്നെ വല്ലാത്ത അസ്വസ്ഥതയാണ്. എന്താണ് എൻ്റെ കച്ചവടം കുറയോ? അങ്ങനെ ഒന്നുമില്ല. ചിലപ്പോൾ ഭൗതികമായ ചില കച്ചവടം കുറഞ്ഞു എന്ന ചിന്തകൾ ഉണ്ടായേക്കാം. പക്ഷേ ഉള്ളതിൽ ബർക്കത്ത് നൽകുന്നവനാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇങ്ങനെ അറബിയിലൊരു വാചകം ഒരു കടയുടെ മുമ്പിൽ ഇങ്ങനെ എഴുതി വെച്ചത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. തൻ്റെ അതേ കടക്കാരൻ കടയിലെ സാധനങ്ങൾ മറ്റൊരു കട പുതിയത് അവിടെ തുടങ്ങിയപ്പോൾ ഈ കടക്കാരൻ അന്ന് കടക്ക് അവധി കൊടുത്തേക്കണം. ഉച്ചവരെ ഈ കട അവധിയായിരിക്കും. കാരണം എൻ്റെ സുഹൃത്ത് ഒരു പുതിയ കട എൻ്റെ കടയുടെ മുമ്പിൽ ആരംഭിക്കുന്നുണ്ട്. എൻ്റെ കടയിലുള്ള അതേ സാധനങ്ങൾ അവിടെ നിന്ന് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇന്ന് രാവിലത്തെ ആവശ്യമുള്ള സാധനങ്ങൾ അവൻ്റെ കടയിൽ നിന്ന് വാങ്ങി സഹകരിക്കണം. നോക്കി, ഇത് വല്ലാത്തൊരു മനസ്സാണ്, ഇത് വല്ലാത്തൊരു ഈമാനാണ്. എന്താണ് ഈമാൻ? എൻ്റെ റബ്ബ് എനിക്ക് നൽകുന്ന റിസ്ക് അത് വേറൊരാൾക്കും നൽകുകയില്ല. നമുക്ക് കിട്ടുന്ന റിസ്ക് നമ്മുടെ മക്കൾക്ക് പോലും ലഭിക്കുകയില്ല. നമ്മൾ മരിച്ച ചിലപ്പോൾ ആ സംവിധാനങ്ങൾക്ക് നിന്നു പോകും. മക്കൾക്ക് വേറെ റിസ്ക്കാണ് അല്ലാഹ് പ്രദാനം ചെയ്തിട്ടുള്ളത്, അല്ലേ? നമ്മൾ ഉള്ളപ്പോൾ ലഭിക്കുന്നത് പലപ്പോഴും ലഭിച്ചു കൊള്ളണം എന്നില്ല. എത്രയെത്ര പണക്കാരായി ജീവിച്ച ഉപ്പമാരുടെ മക്കൾ ഇന്ന് വാടക വീട്ടിൽ ഒന്നുമില്ലാതെ കഴിയുന്നുണ്ട് എന്നത് സത്യമല്ലേ? എത്രയെത്ര വാടക വീടുകളിൽ ജീവിച്ചിരുന്ന മക്കളും ഉപ്പയുടെ മരണശേഷം മക്കളിതാ വലിയ സൗകര്യങ്ങളിൽ ജീവിച്ചു എന്നത് നമ്മൾ കാണുന്നതല്ലേ? ഇതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ച റിസ്ക് എന്ത് ചെയ്യും? അത് ഓരോ വ്യക്തികൾക്കാണ്. ആ റിസ്ക് അവന് കൊടുക്കാതെ അല്ലാഹ് എന്ത് ചെയ്യൂല, അവനെ മരിപ്പിക്കുകയില്ല. ഇത് ബോധ്യപ്പെട്ട ഒരു മനുഷ്യൻ എങ്ങനെയാണ് ടെൻഷൻ അടിക്കുക, എങ്ങനെയാണ് പ്രയാസപ്പെടുക, തൻ്റെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എങ്ങനെയാണ് മടിക്കുക? ഒന്നും ഉണ്ടാവുകയില്ല. ഇത് ബോധ്യപ്പെടുന്നതിനടുത്തുള്ള പ്രശ്നങ്ങളാണ് ഇവിടെയൊക്കെ എന്ത് ചെയ്യണത്, എല്ലാവരും അഭിമുഖീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, സ്വന്തം നഫ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തൻ്റെ സഹോദരനിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതുവരെ നിങ്ങളിൽ ഒരാളും എന്താവുകയില്ല, വിശ്വാസി ആവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്വഭാവത്തെ മനസ്സിലാക്കുമ്പോൾ അതിൽ ലഭിക്കുന്ന ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള കാര്യം അനാനിയത്ത് ഇല്ലാതെയാകും എന്നുള്ളതാണ്.
രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയൂ? രണ്ടാമത്തെ കാര്യം, ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നതിൽ വലിയ താല്പര്യം അവർക്കുണ്ടാകും. ആർക്ക്? ഈ ഇസാർ എന്ന സ്വഭാവം ഒരാൾക്ക് ലഭിച്ചാൽ അവർക്ക് എന്തുണ്ടാകും? എന്ത് കിട്ടിയാലും അത് കൊടുക്കണം എന്നുള്ളതായിരിക്കും. നമ്മളെന്തെങ്കിലും ഒരു പ്രയാസത്തിൽ പെടുമ്പോൾ നമ്മൾ പലരെയും വിളിക്കാറില്ലേ? അല്ലേ? ഞാൻ അങ്ങനെ ഒരു കെണിയിലാണ്, കുറച്ച് പൈസ അത്യാവശ്യമുണ്ട്. എന്നാൽ നമ്മുടെ കയ്യിൽ മിച്ചം ഒരു 2 ലക്ഷം രൂപ ഇരിക്കേണ്ടതും പറഞ്ഞാൽ ആരെങ്കിലും വിളിക്കാറുണ്ടോ? നമ്മൾ അത് ചിന്തിച്ചു, ഒരു ചിന്തയല്ലേ ഇത്? എന്താണ്? എൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപ ഇരിക്കണം, എനിക്ക് ആവശ്യമുണ്ടോ? എടുത്തു. എനിക്ക് 3 മാസത്തേക്ക് ഫ്രീ ആണത്, ആവശ്യമൊന്നുമില്ല. നിനക്ക് ആവശ്യമുണ്ടോ? വേണമെങ്കിൽ എടുത്തോ, 3 മാസം കഴിയുമ്പോൾ ഇൻഷാ അല്ലാ തന്നാൽ മതി എന്ന് പറയാൻ പറ്റാറുണ്ടോ? നമുക്കില്ല. എന്നാലോ മറ്റത് ചോദിക്കൂലേ? എനിക്ക് 2 ലക്ഷത്തിന് ആവശ്യമുണ്ട്, ഇപ്പം ആവശ്യമുണ്ട്, എൻ്റെ അടുത്തുണ്ടോ? എന്നാലൊരു വിശ്വാസിക്ക് അവൻ എന്ത് ചെയ്യും? അവനതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം എന്താണ്? അവനറിയാം ഇത് എൻ്റെ റബ്ബ് നൽകിയതാണ്, ഇതെൻ്റെ കയ്യിലിരുന്നാൽ വർദ്ധിക്കുകയില്ല. എന്നാൽ ഇത് വിനിമയം നടക്കണം. പണം എന്ന് പറഞ്ഞാൽ എന്താണ്? തസറുഫ് നടത്തേണ്ടതാണ്, അല്ലേ? തസറുഫ് നടത്തണം. മണി എക്സ്ചേഞ്ചിന് അങ്ങനെയല്ലേ പറയാം, അല്ലേ? തസറുഫ് നടക്കണം, അത് കൈമാറ്റം ചെയ്യപ്പെടണം. അപ്പം എന്താണ്? എൻ്റെ വീട്ടിൽ വെറുതെ, എൻ്റെ അക്കൗണ്ടിൽ വെറുതെ ഇത്രയും പൈസ വെറുതെ കിടന്നിട്ടൊരു കാര്യമില്ല. ചിലപ്പോൾ ആ പൈസക്ക് വേണ്ടി ആവശ്യക്കാരുണ്ടാകാം. അപ്പോൾ ചില ആൾക്കാർ പറയും, പൈസ കൊടുത്താൽ കിട്ടണ്ട പോലെ, എന്ത് പണിയാത് കിട്ടാ കൊടുക്കാം, പിന്നെ മുണ്ടൂല, പിന്നെ വർത്താനില്ല, ഫോൺ വിളിച്ചാൽ എടുക്കൂല. വേറെ വിഷയമാണ്, ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കേണ്ട വിഷയമാണ്. എന്ത്? കടം കൊടുക്കൽ, കടം വാങ്ങൽ, കടം കൊടുത്താൽ കിട്ടുന്ന കൂലി, കടം കൊടുത്തിട്ട് തരാൻ പറ്റാത്തവർക്ക് നീട്ടിക്കൊടുത്താനുള്ള കൂലി, കടം കിട്ടാത്തവരുടെ കടത്തെ സക്കാത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ഇല്ലേ? അങ്ങനെയൊക്കെ വളവന്മാരുണ്ട്. എന്ത്? കിട്ടാകടമൊക്കെ സക്കാത്തിൽ എഴുതിത്തള്ളാണ്. എന്ത്? ഞാനവന് സക്കാത്ത് കൊടുത്തു, കിട്ടാതെ വരുമ്പോൾ സക്കാത്ത് കൊടുത്താൽ നടക്കൂല. അതൊക്കെ എന്ത് ചെയ്യണം? ഒക്കെ നേരത്തെ ആലോചിച്ച് എന്തായിരിക്കണം? സക്കാത്തിൻ്റെ വകയിൽ ഇരുത്തിയതാണെങ്കിൽ അത് കൊടുത്തു നോക്കുകയാണ്. അത് കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും? സക്കാത്ത് ഒരു 50,000 കൊടുക്കാൻ്റെ 25,000 കിട്ടാനുള്ളത്, ആ 25,000 അവന് കൊടുത്തായിട്ട് കൂട്ടാം. അങ്ങനെ ഒരു കൂട്ടലൊന്നും ഇല്ല. അതൊക്കെ ശ്രദ്ധിക്കണം. കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ ഈസാർ എന്ന സ്വഭാവം എന്ത് ചെയ്യും? അത് ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് ധാരാളം, അയാൾക്ക് ചെലവഴിക്കുന്നിടത്ത് ശ്രദ്ധിക്കാൻ അയാൾക്ക് കാരണമായി തീരുന്ന കാര്യമാണ്. ഓക്കെ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം അൻസാരികളുടെ അടുക്കലേക്ക് മക്കയിൽ നിന്ന് കടന്നു വന്ന, അല്ലേ, സഹാബിയാണ്. ഫആഖൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനഹു വബൈന സഅദ് ഇബ്നു റബീഅ് അൽ-അൻസാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും സഅദ് റളിയല്ലാഹു അൻഹുവിനെയും പരസ്പരം എന്താക്കി? സഹോദരങ്ങളാക്കി. അല്ലേ? മക്കയിൽ നിന്ന് വന്ന സഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്? മദീനയിൽ അവർക്ക് സഹോദരങ്ങളെ അള്ളാന്റെ റസൂല് തീരുമാനിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വകാന സഅദുൻ ദാ ഗിന്നുൻ, എന്താണ്? അദ്ദേഹം നല്ല പണക്കാരനായിരുന്നു. ആര്? സഅദ് റളിയല്ലാഹു അൻഹു നല്ല പണക്കാരനായിരുന്നു. ഈ സമയത്ത് ഫഖാല ലി അബ്ദുറഹ്മാനിനോട് പറഞ്ഞു, ഉഖാസിമുക മാലി നിസ്ഫൈനി വ ഉസവ്വിജുക, ഞാൻ എൻ്റെ പണത്തിൻ്റെ പകുതി ഞാൻ നൽകാം. അതേപോലെ തന്നെ എൻ്റെ ഭാര്യമാര്, അവരെ ഞാൻ തൊലാക്ക് ചൊല്ലി അവരിൽ നിന്നും സ്ത്രീകളെ നിനക്ക് ഇണയാക്കി തരാം. ഇങ്ങനെയൊക്കെ സഹാബത്ത് അൻസാരികൾ പറഞ്ഞിരുന്നു. ആലോചിച്ച് നോക്കി, എത്ര വലിയ ഇഷ്ടമാണ് അവരൊക്കെ ആ മുഹാജിറുകളോട് കാണിച്ചിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബറക്കല്ലാഹു ലക് ഫി അഹ്ലിക വമാലിക, അല്ലാഹു താങ്കളുടെ കുടുംബത്തിനും താങ്കളുടെ ധനത്തിനും ബർക്കത്ത് നൽകട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, ദല്ലൂനി അല സൂഖ്, അല്ലെ, ഒരാൾ തരാന്ന് പറയുമ്പോൾ എല്ലാ അയാളിൽ നിന്ന് വാങ്ങാമെന്നും വിചാരിക്കരുത്. ഇതൊരു മാതൃക കൂടിയാണ്. എന്ത്? തരാന്ന് പറയുന്ന അയാളുടെ ക്വാളിറ്റിയാണ്. എന്നാൽ അത് പരമാവധി വേണ്ടാന്ന് വിചാരിക്കൽ നമ്മുടെ ക്വാളിറ്റിയുമാണ്. വേണ്ടാന്ന് വിചാരിക്കൽ നമ്മുടെ ക്വാളിറ്റിയുമാണ്. എന്താണ്? ദല്ലൂനി അല സൂഖ്, എനിക്ക് അങ്ങാടിയിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരണം. ഇനി അക്സറുൽ അൻസാരി മാലൻ, അല്ലെ, അൻസാരികൾ ധാരാളം ആളുകൾക്ക് ധാരാളം ധനങ്ങൾ ഉണ്ടായിരുന്നു, സമ്പത്ത് ധാരാളം ഉണ്ടായിരുന്നു. അൻസാരികൾ അവർ കൃഷിക്കാരായിരുന്നു. എന്നാൽ മുഹാജിരീങ്ങൾ ആരായിരുന്നു? കച്ചവടക്കാരായിരുന്നു.
അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടം ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തു. അദ്ദേഹം കച്ചവടം ചെയ്തു. പിന്നീട് വലിയ പ്രയാസങ്ങളുടെ ഘട്ടങ്ങൾ വന്നു. പിന്നീട് വലിയ ക്ഷാമങ്ങൾ നേരിട്ടു. 500ഓളം വരുന്ന ഒട്ടകപ്പുറത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവട ചരക്കുകളുമായി, സാധനങ്ങളുമായി, ധാന്യങ്ങളുമായി കച്ചവട സംഘം വന്നു. കച്ചവടക്കാരൊക്കെ, അവിടുത്തെ നാട്ടിലെ കച്ചവടക്കാരൊക്കെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്തിനാണ്? ഞങ്ങൾക്ക് ഈ സമ്പത്ത് നൽകണം, ഈ ധാന്യം ഞങ്ങൾ വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിൽക്കുന്നില്ല, താങ്കൾക്ക് ഇരട്ടി വില നൽകാം. 1 ദീനാറാണെങ്കിൽ ഞങ്ങൾ 2 ദീനാർ നൽകാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിൽക്കാൻ തയ്യാറില്ല. കച്ചവടക്കാർ ചോദിച്ചു, ഇതിനേക്കാളും പണം നിങ്ങൾക്ക് ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തരുന്നതിനേക്കാൾ 69 ഇരട്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, ആരാണത്? എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സാധു ഒരു മാർഗത്തിൽ, അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചാൽ അത് 10ഉം 70ഉം 700ഉം ഇരട്ടിയാക്കി നൽകാമെന്ന് എൻ്റെ റബ്ബ് എന്നോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് അള്ളാന്റെ മാർഗത്തിൽ വെറുതെ ആളുകൾക്ക് വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ ധാന്യമണികളൊക്കെ അവിടെയുള്ള വിശന്നിരിക്കുന്ന സാധുക്കളായ പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. ആലോചിക്കുക, എല്ലാവർക്കും ആവശ്യമുള്ളൊരു സമയം, പട്ടിണി കൊടുമ്പിരി കൊള്ളുന്ന സമയം. എന്താ വിചാരിക്കുക നമ്മൾ? കൊറോണ വന്നപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചേ? അല്ലെ, പൈസയൊക്കെ നമ്മൾ പരമാവധി അക്കൗണ്ടിൽ ഉണ്ടായിട്ട് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചു. കാരണം എന്താ? ഇത് എത്ര നാൾ നിൽക്കുമെന്ന് അറിഞ്ഞൂടാ. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ തീർന്നു കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? അതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ അവിടെയൊക്കെ ഒരു പിശുക്കൊക്കെ വെച്ചിട്ടാണ് കൊണ്ട് നടന്നിരുന്നത്. ഇവിടെയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമുക്ക് വലിയ പാഠം നൽകേണ്ടത്. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഈ 4 ഭാര്യമാർക്ക് ഈ സമ്പത്ത് വീതം വെക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ഒരു വലിയ പണക്കാരൻ്റെ അത്രയും പണം ഒരു ഭാര്യക്ക് അദ്ദേഹത്തിൻ്റെ അനന്തരമായിട്ട് പോലും ലഭിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങളെ മാറ്റി നിർത്തി മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുന്നിടത്ത് സ്വഹാബത്ത് കാണിച്ച മാതൃകകളെ നമ്മൾ കാണാതെ പോകരുത്. ഒരു യുദ്ധം നടക്കുന്ന സമയം, യർമൂക്കിൻ്റെ യുദ്ധം നടക്കുന്ന സമയം, ആ സമയത്ത് എല്ലാവരും വല്ലാത്ത ദാഹം അനുഭവിക്കുന്ന സമയം, ഒരു പാത്രത്തിൽ മാത്രമായി വെള്ളം പരിമിതപ്പെടുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, എന്താണ്, നിങ്ങളുടെ അടുക്കൽ വെള്ളം ഉണ്ടെങ്കിൽ എൻ്റെ ദാഹം മാറ്റാൻ വെള്ളം വേണമെന്ന വിളികൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ വിളികൾ കേട്ട് ആരാണോ വിളിച്ചത് അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വെള്ളവുമായി ചെല്ലുമ്പോൾ അതാ മറ്റൊരു മനുഷ്യൻ അവിടെ നിന്ന് വെള്ളത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന ശബ്ദം ഈ മനുഷ്യൻ കേൾക്കുമ്പോൾ ആ മരിക്കാൻ കിടക്കുന്ന സമയത്തെ വെള്ളത്തിനുള്ള ആവശ്യം പോലും പരിഗണിക്കാതെ തൻ്റെ അടുത്തു നിന്ന് വിളിച്ച തൻ്റെ സഹോദരൻ്റെ വിളിക്ക് കാതോർത്ത് അദ്ദേഹത്തിന് വെള്ളം കൊടുക്ക് എന്ന് പറയുന്ന സ്വഹാബികളെ നമ്മൾ കാണുകയാണ്. അങ്ങനെ ഓരോ സ്വഹാബികളുടെയും അടുക്കൽ ചെല്ലുമ്പോൾ അടുത്ത മനുഷ്യനിലേക്ക് കൈനീട്ടി അദ്ദേഹത്തിന് കൊടുക്ക് എന്ന് പറയുന്നു. 7ഓളം സ്വഹാബികളുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ അവസാനം ആദ്യം ചോദിച്ച സ്വഹാബിയുടെ നേരെ ആ മനുഷ്യൻ കൈനീട്ടുന്നത് കാണുമ്പോൾ, അങ്ങനെ ആദ്യം ചോദിച്ച സ്വഹാബിയുടെ അടുക്കലേക്ക് എത്തുമ്പോഴേക്കും ഫഇദാഹു വഖദ് മാത്, വെള്ളം കുടിക്കാതെ തൻ്റെ സഹോദരന് വേണ്ടി തൻ്റെ വെള്ളത്തെ പോലും മാറ്റിവെച്ച് മരണപ്പെട്ട സ്വഹാബികളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയാണ്. കുടിക്കുന്ന വെള്ളത്തിൽ പോലും അത് തന്നെക്കാൾ ആവശ്യം തൻ്റെ സഹോദരനാണെന്ന് മനസ്സിലാക്കി ആ സഹോദരന് കൊടുത്തിട്ട് മതി എനിക്ക് എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് വിശാലമായ മനസ്സുകളെ
കേന്ദ്രീകരിച്ച് നടന്ന സ്വഹാബികളെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുകയാണ്. അതിനെയാണ് ഈസാർ എന്ന് പറയുന്നത്. ആ ഒരു സ്വഭാവം നമുക്കുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നോക്കിയേ, സഹാബത്തുകളുടെ ചരിത്രങ്ങൾ ധാരാളം ഈ വിഷയത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്താണ്, അതിലൊക്കെ നമുക്ക് വലിയ ഗുണപാഠങ്ങളും ഉണ്ട് എന്നത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നോക്കിയ സുദ്ദി റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, മക്കസ യസ്തഗ്ഫിറുല്ലാഹ 30 ആമൻ മിൻ ഖൗലിഹി അൽഹംദുലില്ലാ. 30 വർഷത്തോളം ഞാൻ അൽഹംദുലില്ലാ എന്ന് ഞാനിങ്ങനെ പറഞ്ഞ് ചെലവഴിച്ചിട്ടുണ്ട്. എന്താണ് കാരണം? ലമ്മ ശബ്ബ ഹരീഖുൻ ഫി അഹദി അസ്വാഖി ബഅദാദ്. ഞാൻ എന്ത് ചെയ്തു? 30 വർഷത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്തിഗ്ഫാറിനെ ചോദിച്ച് കൊണ്ട് നടന്നു ആ മനുഷ്യൻ. എന്ത് കാരണം എന്നറിയോ? സുദ്ദി റഹിമഹുല്ലാ പറയാണ്, ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞതിൻ്റെ കാരണത്താൽ. എന്താണ്? 30 വർഷത്തോളം അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചു. എന്ത് കാരണത്താലാണ്? ഞാനൊരു അൽഹംദുലില്ലാ പറഞ്ഞതിൻ്റെ കാരണത്താൽ. ആ സംഭവം എന്താണെന്നറിയോ? വദാലിക ലമ്മ ശബ്ബ ഹരീഖുൻ ഫി അഹദി അസ്വാഖി ബഗ്ദാദ്. ബഗ്ദാദിൽ ഒരു തീപിടുത്തുണ്ടായി. അങ്ങനെ തീപിടിച്ചപ്പോൾ വക്കാന ലഹു ഹാനൂത്തുൻ ഫി ഹാദിഹി സൂഖ്. ഈ മാർക്കറ്റിൽ അദ്ദേഹത്തിനൊരു തുണിക്കട ഉണ്ടായിരുന്നു. ഈ മനുഷ്യന് ഒരു തുണിക്കട ഉണ്ടായിരുന്നു. ആ തുണിക്കട ഫലമ്മ അലിമ ബിൽ ഹരീഖ്, അവിടെ കത്തുപിടിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു, മാ ഫഅല ഹാനൂത്തി, എൻ്റെ തുണിക്കടക്ക് എന്തു പറ്റി? എൻ്റെ തുണിക്കടക്ക് എന്തു പറ്റി? ഫഖീല ലഹു, അദ്ദേഹത്തോട് പറഞ്ഞു, ലം തുസിബുഹുന്നാറ, ഒന്നും പറ്റിയിട്ടില്ല, ആ കട സേഫാണ്, ആ കടക്കൊന്നും പറ്റിയിട്ടില്ല. ഫഖാല, അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ. അദ്ദേഹം എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ, എൻ്റെ കടക്കൊന്നും പറ്റിയിട്ടില്ല. സ്വാഭാവികമായി പറയുന്ന വാചകമാണ്. എന്നാലോ അദ്ദേഹം പറയുകയാണ്, സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അസ്അലു അൻ ഹാനൂതി വല അസ്അലു അൻ ജീറാനി. ഞാൻ ചോദിച്ചത് എൻ്റെ കടയെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ ജിറാൻ, എൻ്റെ അയൽവാസിയുടെ കടയെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്തില്ല? ഞാൻ ചോദിച്ചില്ല. ഞാൻ എൻ്റെ കടക്ക് എന്തെങ്കിലും പറ്റിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ അയൽവാസിക്ക് കടക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് ഞാൻ എന്ത് ചെയ്തില്ല? ഞാൻ അന്വേഷിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഫമക്കസ, പിന്നീട് ഞാൻ കഴിച്ചുകൂട്ടി, യസ്തഗ്ഫിറുല്ലാഹ അലാ ദാലിക 30 ആമൻ. ഈ ഒരു വിഷയത്തെ ആലോചിച്ച് മാത്രം 30ഓളം വർഷം ഞാൻ ഇസ്തിഗ്ഫാർ കൊണ്ട് ഞാൻ കഴിച്ചുകൂട്ടി എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇവരൊക്കെ കണ്ട ഈസാർ എന്ന സ്വഭാവവും അത് നഷ്ടപ്പെടുമ്പോൾ ഇവരൊക്കെ പേടിച്ച പേടിയും എത്ര വലുതാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവസാനിപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എന്താണ്? ഈ ഒരു ഈസാർ എന്ന സ്വഭാവം അത് എല്ലാ വിഷയത്തിലും നമുക്കുണ്ടായിരിക്കണം. എല്ലാറ്റിനേക്കാളും അള്ളാഹുവിനെ പ്രതീക്ഷിക്കുന്നിടത്തേക്കും നമുക്ക് മാറാൻ സാധിക്കണം. നോക്കി, മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈമാൻ ഹൃദയങ്ങളിൽ പ്രവേശിച്ചപ്പോൾ ആ പ്രവേശിച്ച ആളുകൾ അവർ പ്രതീക്ഷിച്ചത് എന്തിനെ മാത്രമാണ്? അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതിനെ മാത്രമാണ്. അതാണ് ഈമാൻ യഥാവിധി നമ്മുടെ മനസ്സുകളിലേക്ക് പ്രവേശിച്ചാൽ ലഭിക്കുക. ഖാലു, അവർ പറഞ്ഞില്ലേ, ലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫത്റന. ഞങ്ങളെ സൃഷ്ടിച്ച ഞങ്ങളുടെ റബ്ബിൽ നിന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ വന്നെത്തിയതിന് ശേഷം വേറെ ഒന്നും ഞങ്ങളെ എന്തു ചെയ്യുകയില്ല? സ്വാധീനിക്കുകയില്ല. അതിനാണ് ഞങ്ങൾ ബാക്കി എല്ലാത്തിനേക്കാളും പ്രാധാന്യം നൽകുന്നത്. ഞങ്ങളുടെ ഇച്ഛകളെയല്ല, ഞങ്ങളുടെ ഇഷ്ടങ്ങളെയല്ല, ഞങ്ങളുടെ സ്വയം ചിന്തകളെയല്ല, മറിച്ച് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെയാണ്, അള്ളാഹുവിൻ്റെ വിധികളെയാണ്. മാ അൻത ഖാദിൻ
അതുകൊണ്ട് ഫിർഔനിനോട് അവർ പറയണം, നീ വിധിച്ചുകൊള്ളുക, ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്ത് ദുനിയ, നിനക്ക് എവിടെ മാത്രമേ വിധിക്കാൻ പറ്റുകയുള്ളൂ? ഈ ദുനിയാവിൽ മാത്രമാണ് നിനക്ക് വിധിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന ആമന്ന ബിറബ്ബിന, തീർച്ചയായും ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, ലിയഗ്ഫിർ ലനാ ഖതായാന, ഞങ്ങളുടെ പാപങ്ങൾ അവൻ ഞങ്ങൾക്ക് പുറത്തു നൽകും എന്നവർ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് ഈ ഒരു ഈസാർ നമുക്ക് വേണം. ആ ഈസാർ മാറിപ്പോയാലോ, അള്ളാഹുവിനെ അല്ലാതെ മറ്റുള്ളവരിലേക്കായി പോയാലോ? അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച പോലും ജുമഅക്ക്, ഇന്നലെ ഇശാക്ക് സുന്നത്തായി ഓതാൻ പഠിപ്പിച്ച സൂറത്ത് ഏതാണ്? വ്യാഴാഴ്ച ഇശാക്ക് സുന്നത്തായി ഓതാൻ പഠിപ്പിച്ച സൂറത്തുകൾ ഏതാണ്? ആരാ പറയാ? ചോദിക്കാത്തോണ്ട് ഉറക്കം വരുന്നുണ്ട് അല്ലേ? നമ്മൾ ചോദിച്ചാണ് പോണെന്ന്, പിന്നെ വിട്ടതാണ് വെറുതെ. എന്താണ് ഇശാക്ക് സുന്നത്തായ സൂറത്ത് ഏതാ? സൂറത്ത് അലയും സൂറത്ത് ഗാശിയയും വ്യാഴാഴ്ച ഇശാക്ക് സുന്നത്താണ്. അതുപോലെ വെള്ളിയാഴ്ച എന്താണ്? ജുമഅക്കും സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട, പെരുന്നാൾ നിസ്കാരങ്ങളിൽ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട സൂറത്താണ്. അതിലെന്തുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ബൽ എന്നാൽ പക്ഷേ, തുസിറൂന അവർ പ്രാധാന്യം കൊടുക്കുന്നു. നേരത്തെ പറഞ്ഞില്ലേ, ഈസാർ എന്ന് പറഞ്ഞില്ലേ, സ്വന്തം കാര്യത്തെക്കാൾ മറ്റൊരു വിഷയത്തിൽ എന്ത് ചെയ്യുക? പ്രാധാന്യം കൊടുക്കുക. എന്നാൽ ഈ ആളുകൾ എന്താണ്? ദുനിയാവിൻ്റെ വിഷയത്തിൽ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, എന്നാൽ പരലോകമാണ് ഖൈറായിട്ടുള്ളതും വഅബ്ഖാ, എന്നെന്നും ബാക്കിയാകുന്നതും അത് പരലോകമാണ്. അപ്പൊ ആരെങ്കിലും ദുനിയാവിനെ ഒഴിവാക്കി പരലോകത്തെ സ്വീകരിച്ചു കഴിഞ്ഞാലോ അവന് യൗമൽ ഖിയാമത്തി അഫ്ളലു വഅഅലം, നാളെ പരലോകത്ത് അവൻ വലിയ ശ്രേഷ്ഠനും മഹത്വമുള്ളവനുമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുന്നത്, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ, അവന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കയുടെ ചീള് ഒരാൾ ത്വയ്യിബായ സമ്പാദ്യത്തിൽ നിന്ന് ചെലവഴിച്ചാൽ, വലാ യുഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ് ഫഇന്നല്ലാഹ യതഖബ്ബലുഹ ബിയമീനി, ആ സമ്പാദ്യത്തെ, ആ ചെലവഴിക്കലിനെ അള്ളാഹു വലത്തെ കൈകൊണ്ട് സ്വീകരിക്കുകയും എന്തു ചെയ്യും? അതിനെ വളർത്തുകയും, ഏതുപോലെ ഒരു കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ അത് വളർത്തി ഹത്ത തകൂന മസ്ലൽ ജബ്ല, ഒരു പർവ്വതം കണക്കെ അതിനെ ഉയർത്തുകയും ചെയ്യും എന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, എന്ത് നല്ല രൂപത്തിൽ ഇതിനെയൊക്കെ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് നാം എന്ത് ചെയ്താലും ഒരു ജസാക്കല്ലാഹ് ഖൈറൻ പോലും നമ്മൾ എന്ത് ചെയ്യരുത്? പ്രതീക്ഷിക്കരുത് അല്ലേ? നമ്മൾ ചോദിക്കാറുണ്ട്, എന്താ അത് പറയാത്തെ? അത് പറയിപ്പിക്കരുത്. പിന്നെയോ അതുപോലും കരുതാതെ, അതുപോലും ആഗ്രഹിക്കാതെ ഒരു നന്മ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യണം? പറ്റണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വയത്ഇമുന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറാ. ഒരാളുടെ നന്ദി പ്രകടനമോ ഒരാളുടെ ഏതെങ്കിലും നിലക്കുള്ള പ്രതിഫലങ്ങളോ അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൻ്റെ പ്രീതി മാത്രമാണ് അതുകൊണ്ട് കാംക്ഷിക്കുന്നത് എന്ന് പറയാൻ, എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് നമ്മളെക്കാൾ മറ്റുള്ളവരെ പരിഗണിക്കുന്നിടത്ത് ശ്രദ്ധിക്കണം. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, യദുൽ ഉൽയ ഖൈറും മിനൽ യദിസ് സുഫ്ല, അല്ലേ? യദുൽ ഉൽയ, ഉയർന്ന കൈയാണ് താഴ്ന്ന കൈയിനേക്കാൾ എപ്പോഴും ഖൈറായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? കൊടുക്കുന്ന കൈയാണ് കൊടുക്കാത്ത കൈയിനേക്കാൾ നല്ലത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യുക, നല്ല സ്വഭാവങ്ങളെ നിലനിർത്താൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅ്മാൽ വൽ അഹ്വാ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്, മിൻ മുൻകറാത്തിൽ അഖ്ലാഖ്, മോശപ്പെട്ട എല്ലാ സ്വഭാവത്തിൽ നിന്നും, വൽ അഅ്മാൽ പ്രവർത്തനങ്ങളിൽ നിന്നും, വൽ അഹ്വാൽ എന്താണ് എല്ലാ അവസ്ഥകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. ആ രൂപത്തിൽ
സ്വഭാവങ്ങളെ നന്നാക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ സ്വഭാവം നന്നാക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? പരിശുദ്ധ ഖുർആനിന്റെ പഠനം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? അതെ, ഇന്നക ലഅല ഖുലുഖിൻ അദീം, മഹത്തരമായ സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന ഖുൽഖുഹു ഖുർആൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം അത് ഖുർആനാണ്. അല്ലാഹു നമ്മളോട് കൽപ്പിച്ചു എന്താണ്? അതെ, നിങ്ങൾക്ക് എന്തുണ്ട്? ആ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട്, അല്ലെ? നിങ്ങൾക്ക് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ മാതൃക പഠിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണം. ആ ഖുർആൻ പഠിക്കുന്നതിലൂടെയാണ് ഉന്നതമായ സ്വഭാവ വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ജുമഅക്ക് പറഞ്ഞിരുന്നു, നമ്മുടെ മഹല്ലിൽ ഇവിടെ വ്യത്യസ്തങ്ങളായ പഠന സൗകര്യങ്ങൾ വ്യവസ്ഥാപിതമായി നമ്മൾ സംവിധാനിച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം നമ്മുടെ ഈ ക്ലാസ് വിവിധങ്ങളായ വിഷയങ്ങളിൽ വിജ്ഞാനവേദി എന്ന തലക്കെട്ടിൽ വിവിധ വിഷയങ്ങളെ എടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ അൽഹംദുലില്ലാഹ് ഒരു മാസമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും പരമാവധി വെള്ളിയാഴ്ച ദിവസത്തെ അതിനുവേണ്ടി പരിഗണിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ശനിയാഴ്ച രാവിലെ 7 മണിക്ക്, രാവിലെ 7 മണി ടു 8 മണി വരെ അൽഹംദുലില്ലാഹ് ഏതെങ്കിലും പണ്ഡിതന്മാരുടെ ചെറിയ ചെറിയ കിതാബുകളെ ആസ്പദമാക്കി അവരെ എഴുതി വെച്ചതും പഠിപ്പിച്ചതും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വായിക്കുക എന്നത് മാത്രം. അതിൽ പ്രത്യേകം എന്തില്ല, ഒന്നുമില്ല. കാരണം അവർ പഠിപ്പിച്ച കാര്യത്തെ നമ്മൾ വായിച്ച് അതിനെ അറിയുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ത്വാലിബുൽ ഇൽമ്, ആദാബു ത്വാലിബുൽ ഇൽമാണ്. ത്വാലിബുൽ ഇൽമ് ഒരു അറിവ് നേടുന്ന ഒരു വ്യക്തി അയാൾക്കുണ്ടായിരിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? അറിവ് നേടാൻ തന്നെ മര്യാദ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം വൈകുന്നേരമാണ്. വൈകുന്നേരം നമ്മുടെ മക്കൾ, മദ്രസ പഠനം കഴിഞ്ഞ നമ്മുടെ മക്കൾ, അതല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ പ്രായങ്ങളിൽ മതം പഠിക്കാൻ അവസരം കിട്ടാതെ, എന്നാൽ ഇപ്പോൾ +2-നും 10-ലൊക്കെ ആയിട്ടുണ്ട്, പഠിക്കാൻ പോകുന്നില്ല എന്നുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ആ കുട്ടികളൊക്കെ പറഞ്ഞുവിടാം. വ്യവസ്ഥാപിതമായ പഠനമാണ്, സിലബസ് അടിസ്ഥാനമാക്കി വെറുതെ ഒരു പ്രസംഗം മാത്രമല്ല, അവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ചില വീഡിയോകളും പ്രസന്റേഷനുകളും ഒക്കെ കാണിച്ചുകൊണ്ടാണ് അതിൻ്റെ സിലബസ് വ്യവസ്ഥാപിതമായിട്ടുള്ളത്. ഇപ്പോൾ പഠിക്കുന്നത് ഈമാൻ കാര്യങ്ങളാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന ആ ഒരു തലക്കെട്ടിൽ അള്ളാഹുവിലുള്ള വിശ്വാസമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെയും അതിൻ്റെ ഒരു വിശദീകരണം തന്നെയാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ മലക്കുകളുടെ വിശ്വാസം, അതുപോലെയുള്ള കാര്യങ്ങളാണ്. പ്രവാചകന്മാരുടെ വിശ്വാസം, വേദഗ്രന്ഥങ്ങളുടെ വിശ്വാസം, നന്മ തിന്മകൾ അള്ളാഹുവിൽ നിന്നാണെന്നുള്ള വിശ്വാസം. ഈ കാര്യങ്ങളാണ് ഓർഡറായി അതിൻ്റെ ഓരോ സിലബസിൽ ഓരോ ആഴ്ചകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട്. പല തിരക്കുകളും നമുക്ക് പറയാൻ പറ്റും, പക്ഷേ നമ്മുടെ മക്കൾ വ്യവസ്ഥാപിതമായി അതിൽ വന്ന് പഠിക്കുന്നുണ്ടെന്നൊരു ഉറപ്പ് നമുക്ക് വരുത്താൻ സാധിക്കണം. ആ ഒരു വിഷയത്തിലൊരു ശ്രദ്ധ വേണം. മൂന്നാമത്തെ കാര്യം എന്താണ്? ഞായറാഴ്ച രാവിലെയാണ്. ഞായറാഴ്ച രാവിലെ എല്ലാവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ നമ്മൾ QHLS ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ സംവിധാനിക്കുന്നുണ്ട്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ രാവിലെ 11 മണിക്ക് സ്ത്രീകൾക്ക് മാത്രമായൊരു ക്ലാസ് നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അതിന് പുറമെ ഞായറാഴ്ചകളിലും, ചൊവ്വാഴ്ച വരാൻ പറ്റാത്തവർ, വരുന്നവരും ആരായിക്കോട്ടെ, അവർക്കൊക്കെ എന്ത് ചെയ്യാം? ഞായറാഴ്ചകളിലും പങ്കെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അറബി ഭാഷ പഠനം അതും കൂടി ഉൾപ്പെടുത്തി, തജ്വീദ് ഉൾപ്പെടുത്തി, അതിന് തഫ്സീർ ഉൾപ്പെടുത്തി, അതിൻ്റെ വാക്കർത്ഥങ്ങൾ ഉൾപ്പെടുത്തി, ഒരായത്ത് അതിൻ്റെ ഹിഫ്ളും കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ഒരേ ആയത്ത് വെച്ചാണ് പലപ്പോഴും നമ്മൾ ഒരു ക്ലാസ്സിൽ എടുക്കാറ്. ഒരാഴ്ച ഒരായത്താണ്. ഒരായത്തൊന്നും കാണാതെ പഠിക്കാൻ പറ്റിയ അത്ര ബുദ്ധിക്കുറവുള്ളവരും നമ്മുടെ കൂട്ടത്തിലില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ സ്വയം ബുദ്ധിയില്ല എന്ന് പറയണേ, അല്ലെ? അങ്ങനെയൊന്നും ബുദ്ധിക്കുറവൊന്നും ആർക്കുമില്ല. കാരണം എല്ലാവർക്കും പഠിക്കാൻ പറ്റും. ഒരായത്ത് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലേ? പറ്റും. അപ്പോൾ അങ്ങനെ വ്യവസ്ഥാപിതപ്പെടുത്തി അങ്ങനെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അൽഹംദുലില്ലാഹ് നടക്കണുണ്ട്. അതുപോലെ പ്രത്യേകമായി ഇപ്പോൾ മാസത്തിൽ ഒരു ക്ലാസ്സാണ് വനിതകൾക്കുള്ള വിജ്ഞാനവേദി എന്നുള്ളത്. മാസത്തിൽ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നാളെ ശനിയാഴ്ച 11 മണിക്ക് നമ്മുടെ ഈ ഒരു മദ്രസയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഇൻഷാ അല്ലാഹ് നാളെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള വനിതകളൊക്കെ നാളെ ഒരു സമയം കണ്ടെത്തി
സമയമില്ല എന്ന് പറയാൻ എളുപ്പമാണ്, സമയം ഉണ്ടാക്കുക എന്നതാണ്. എല്ലാത്തിനും സമയം ഉണ്ടാവുകയില്ല, നമ്മൾ എന്ത് ചെയ്യുക? സമയം ഉണ്ടാക്കുക എന്നതാണ്. എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ ഒരു നന്മക്ക് വേണ്ടി സമയം ഉണ്ടാക്കുമ്പോൾ അള്ളാഹുവും നമ്മുടെ വിഷയത്തിൽ ഒരു പരിഗണന നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അള്ളാഹു ഇരുത്തം ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. മാരകമായ എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകരുണ്ട്, മാതാപിതാക്കളുണ്ട്, അതുപോലെ ബന്ധുമിത്രാദികളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവൻ്റെ ദീനിൽ അടിയുറച്ച് വിശ്വസിച്ച് അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു നമുക്കൊക്കെ മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഫിത്ന ഫസാദുകളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ യഥാവിധി നിറവേറ്റാൻ, അതിൻ്റെ പുറകിൽ പ്രയത്നിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളായി വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രായമായ പെൺമക്കൾ വിവാഹം ചെയ്തു പോകാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവർക്ക് നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.